വായിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണം. അതുകൊണ്ട് തന്നെ ആ വായന പിഴക്കാൻ പാടില്ല. എന്തു വായിക്കണം എന്നത് വളരെ മുഖ്യമാണ്. കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കുക എന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് തന്നെ വായനയുടെ വിഷയത്തിലും നമുക്ക് ഒരു ഗൈഡ് ഉണ്ടായിരിക്കണം. എന്തു വായിക്കണം എന്ന് ചോദിക്കാൻ പറ്റിയ ഒരാൾ. മുഅ്മിനായ മനുഷ്യൻ അവൻ അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനം ഒന്നാമത് വിശ്വാസത്തിൻ്റെതാണ്, രണ്ടാമത് കർമ്മത്തിൻ്റെതാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും, അതിലൊക്കെ വളരെയേറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഓരോന്നിൻ്റെയും അവസരങ്ങൾ വരുമ്പോൾ തദ്വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നത് അതിലറിവ് നേടാനും പിഴവുകൾ പറ്റാതിരിക്കാനും ഏറെ ഉപകാരപ്രദമായിരിക്കും. ഹജ്ജിന്റെ സമയം വരുമ്പോൾ ഹജ്ജിനെ കുറിച്ചുള്ളൊരു പുസ്തകം ഹജ്ജിന് പോകാത്തവൻ വായിക്കേണ്ടതില്ല. എങ്കിലും അങ്ങനെ ഒരു വായന നടത്തുമ്പോൾ പോകാനുള്ള തൃഷ്ണ മനസ്സിൽ നിറയുകയും അത് പ്രാർത്ഥനയായി മാറുകയും അതിനുത്തരം ലഭിച്ച് ഹജ്ജിന് പോകാനുള്ള അവസരങ്ങൾ വരികയും ചെയ്യും. അങ്ങ് പോകാതെ തന്നെ ഹജ്ജിന്റെ ഒരു ചിത്രം മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നാൽ ഹാജിമാർ ഇന്നെവിടെയാണ്, ആ സഞ്ചാരം നമ്മുടെ പുസ്തകത്തിലൂടെ സഞ്ചരിക്കും. നോമ്പ് വരുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പായി അതിനെക്കുറിച്ചൊന്ന് വായിച്ചു പഠിക്കണം. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും മനസ്സമാധാനം നൽകുന്ന കാര്യം പൂർവികരുടെ ചരിത്രമാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള കഠിനമായ പീഡനങ്ങളും വിശ്വാസികൾക്കെതിരെ വരുന്ന പലതരത്തിലുള്ള അക്രമങ്ങളും സത്യവിശ്വാസത്തിനെതിരെ നിൽക്കുന്നവരുടെ ബാഹുല്യവും നബിതങ്ങളെ മനസ്സു വിഷമിപ്പിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നു, തങ്ങൾക്ക് സമാധാനത്തിന് വിശുദ്ധ ഖുർആനിൽ ഇതാ പൂർവികരുടെ ചരിത്രങ്ങൾ ഏറെ പറയുന്നുണ്ട്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. പൂർവിക നബിമാരുടെ ചരിത്രം വായിക്കുമ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്ര വായന തങ്ങൾക്ക് സമാധാനം നൽകും. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി പറഞ്ഞിട്ടുള്ളത് ചരിത്രമാണ്, സംഭവ കഥകളാണ്. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ നാം വായിക്കണം. ഖസസുൽ അംബിയാ, ഖസസുൻ നബിയീൻ, നബിമാരുടെ ചരിത്രം മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് പല മഹത്തുക്കളും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടവയുണ്ട്. അതുപോലെ തന്നെ ഖസസുൽ ഔലിയാ, ഔലിയാക്കന്മാരുടെ ചരിത്രം വായിക്കുക. മൗലിദുകൾ നാം ഓതാറുണ്ട്, അതിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിന് വലിയൊരു സമാധാനം അതിലൂടെ ലഭിക്കും. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ വിശ്വാസത്തെ കരുപ്പിടിപ്പിക്കുന്നതും നന്മയിലേക്ക് നമ്മെ നയിക്കുന്നതുമായ വായന അത് മരിച്ചു പോകാൻ പാടില്ല. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു. പ്രിന്റ് മീഡിയകൾ പലതും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, പലതും നിർത്തിവെക്കുകയാണ്. അതിന്റെ കാരണം വായന മരിക്കുന്നത് മാത്രമല്ല, പ്രിന്റ് ചെയ്യാനുള്ള സ്രോതസ്സുകൾ അവർക്കില്ലാതെ വരുന്നത് കൊണ്ട് കൂടിയാണ്. നാം അവിടെ വായന എന്ന് പറയുമ്പോൾ പലരും നേരം വെളുത്ത് വൈകുന്നേരത്തോളം വായിക്കുന്നവരുണ്ട്. അത് അഡ്രസ്സില്ലാത്ത പുസ്തകങ്ങളോ ഓർഡറില്ലാത്ത ലിഖിതങ്ങളോ ആണ്. വാട്സപ്പുകളിൽ വരുന്ന, സോഷ്യൽ മീഡിയകളിൽ വരുന്ന, ആളെ അറിയാത്ത, ചിലപ്പോൾ പേര് മാത്രമുള്ള, ചിലപ്പോൾ പേര് ഫേക്ക് ഐഡികളുടെ ഒരു മഹാലോകമാണിന്ന്. ഫേക്ക് ഐഡികളുടെ മഹാലോകം. RSSകാരനാണെന്ന രീതിയിൽ മുസ്ലിമായ മനുഷ്യൻ അവന്റെ പേരുണ്ടാക്കിയിട്ട് മുസ്ലിമിനെ എതിർത്തുകൊണ്ടിരിക്കും. മുസ്ലിമിന്റെ മനസ്സിൽ അവനോട് വിരോധമുണ്ടാകാൻ വേണ്ടി മുസ്ലിമാണെന്ന നാമത്തിൽ മറ്റുള്ളവർക്കെതിരെ ഐഡി ഉണ്ടാക്കിയിട്ട് എഴുതുന്നവൻ മുസ്ലിം ആകണം എന്നില്ല. ഇങ്ങനെ മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി, ജനങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി, അതുപോലെ അതുമൂലം രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ലക്ഷ്യം വെക്കുന്ന
രാഷ്ട്രീയ തൽപരരായ ആളുകൾ എഴുതിവിടുന്ന എഴുത്തുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വായനയിലൂടെ നമ്മുടെ തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് താഴോട്ടും മേൽപോട്ടും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ തലച്ചോറിനെ തണുപ്പിക്കാനാണ് വായിക്കേണ്ടത്. എവിടെ ഇരുന്ന് വായിക്കണം? ഓടുന്ന ഓട്ടത്തിലോ, ഗാർഡനിലിരുന്നോ, സഞ്ചാരത്തിലോ എവിടെയാണ് വായിക്കേണ്ടത്? എപ്പോഴും വായിക്കാം. എങ്കിലും വായിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടം അങ്ങുമിങ്ങുമെങ്ങും കാണാത്ത, സ്വകാര്യത നൽകുന്ന, ഏകാന്തത തരുന്ന ഇടമാണെന്ന് വായനയുടെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വപ്രസിദ്ധമായ അത്തിബിയാൻ ഫി ആദാബി ഹമലത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഡനിൽ ഇരുന്ന് വായിക്കുന്നത് ഏകാഗ്രത തരില്ല. ആ ഇരുത്തത്തിൽ നിനക്ക് പൂക്കളുടെ സൗന്ദര്യവും ഇലകളുടെ സൗരഭ്യവും അതായിരിക്കും നിന്നെ ആകർഷിക്കുന്നത്. ഏകാന്തത തരില്ല. ഏകാന്തതക്ക് ഒതുങ്ങിയിരുന്ന് വായിക്കണം. അതിന് കൃത്യമായ ലൈറ്റിംഗ് വേണം. അമിതമായ ലൈറ്റാകരുത്, കുറഞ്ഞ ലൈറ്റാകരുത്, നിശ്ചിതമായ അകലത്തിലായിരിക്കണം. അതിന് വ്യത്യാസം വരുമ്പോൾ കണ്ണ് കേടുവരാൻ സാധ്യതയുണ്ട്. മദീനയിൽ നിന്നൊരു മഹാൻ ഒരിക്കൽ പറഞ്ഞു, സുറുമയിടുന്നില്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ കണ്ണ് നിന്നെ ഹിസാബെടുക്കും എന്ന്. വഇന്ന ലിജസദിക അലൈക ഹഖ, നിന്റെ ശരീരത്തിന് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ കണ്ണ് കേടുവന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കൽ മനുഷ്യന് നിർബന്ധമാണ്. കാത് കേടുവന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. അപ്പൊ വായനയുടെ ലോകത്ത് അതിനുവേണ്ടി കറക്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പുസ്തകം വെക്കുന്ന ഇടം. ദുബായില് ഇപ്പൊ ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് പുസ്തകത്തിന്റെ മോഡലാണ്. പുസ്തകം വെക്കുന്ന ഒരു സ്റ്റാൻഡിന്റെ മോഡൽ വെച്ച് അതിനു മുകളിൽ അതൊരു ലൈബ്രറിയാണ്. അപ്പൊ വായനയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം. ആര് ചോദിച്ചാലും പറയണം, ഇപ്പോൾ ഞാൻ ഇതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. സ്വന്തമായി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും മറ്റും കഴിയാത്ത ആളുകൾ മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് ഏതാണ് വായിക്കേണ്ടത് എന്ന് അറിയണം. നമുക്ക്